നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. 1215 കോടി 70,17,000 രൂപ വരവും 1197 കോടി 10,76,000 രൂപ ചിലവും 18 കോടി 59,41,000 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന കോർപ്പറേഷൻ ബജറ്റ് ഡെപ്യൂട്ടി മേയർ ML റോസി അവതരിപ്പിച്ചു. ആശാ അങ്കണവാടി ജീവനക്കാരുടെ സമരം CPM എന്നു മുതലാണ് വെറുത്തു തുടങ്ങിയതെന്ന് പിണറായി വിജയൻ പറയണമെന്ന് TN പ്രതാപൻ. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മാടക്കത്ര, പാണഞ്ചേരി, നടത്തറ, പുത്തൂർ, കോലഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. EPF മിനിമം പെൻഷൻ 5000 രൂപയാക്കണമെന്ന് BMS ദേശീയ സെക്രട്ടറി B രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷന്റെ 2025-26 ബജറ്റ് മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ ഡെപ്യൂട്ടി മേയർ ML റോസി അവതരിപ്പിച്ചു. 1215 കോടി 70,17,000 രൂപയുടെ വരവും 1197 കോടി 10,76,000 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് 18 കോടി 59,41,000 രൂപ നീക്കിയിരിപ്പും ഉൾക്കൊള്ളുന്നു. കൃത്യമായി വസ്തുനികുതി അടയ്ക്കുന്നവർക്ക് 3 മാസം 5% സബ്സിഡി നൽകും. കോർപ്പറേഷൻ കെട്ടിടം വാടകയ്ക്കെടുത്ത 2400 പേരുടെ 6 മാസത്തെ വാടക ഒഴിവാക്കും. വെള്ളക്കരത്തിന് 5% സബ്സിഡി നൽകും. 7500 പേർക്ക് സോളാർ സബ്സിഡിയായി 5 കോടി രൂപയും റെസിഡൻസ് അസോസിയേഷന് പാരിതോഷികമായി 50 ലക്ഷം രൂപയും നൽകും. നിർധനരായ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ചെയ്യുന്ന 100 കുട്ടികളെ 3 കോടി ചിലവിൽ കോർപ്പറേഷൻ ഏറ്റെടുക്കും. കോർപ്പറേഷൻ പരിധിയിലെ നിർധനരായ എല്ലാ ഡയാലിസിസ് രോഗികൾക്കും സൗജന്യ ഡയാലിസിസ് നടത്തുന്നതിന് 6 കോടി രൂപ ചിലവഴിക്കും. 50 വയസ്സിന് താഴെയുള്ള 1000 വിധവകൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ 2.5 കോടി രൂപ ചിലവഴിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 500 പെൺകുട്ടികൾക്ക് ധനസഹായം നൽകുന്നതിന് 5 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. 80 വയസ്സ് കഴിഞ്ഞവരുടെ സംഗമത്തിന് 50 ലക്ഷം രൂപ വകകൊള്ളിച്ചു. വിജ്ഞാന കേരള വഴിയായി 10,000 തൊഴിൽ രഹിതർക്ക് തൊഴിൽ നൽകും. ഇതിനായി 3 കോടി രൂപ വകയിരുത്തി. എല്ലാ ഭിന്നശേഷിക്കാർക്കും ഇലക്ട്രിക് വാഹനം നൽകും. 10,000 സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകാൻ 10 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കൂടാതെ നിരവധി ജനോപകാര പദ്ധതികൾ ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. റോഡിന്റെ നിർമ്മാണം ആധുനിക രീതിയിൽ 2 ഘട്ടങ്ങളായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഉയർന്നു വരുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഈ റോഡ് ഡബിൾ ലൈനായി റോഡാക്കി മാറ്റേണ്ടത് ആവശ്യമാണ്. ഇതിനായി സൈഡുകൾ പ്രൊട്ടക്ട് ചെയ്ത് 2 വരിപ്പാതയായി മാറ്റുന്നതാണ്. ഇതിനായി 2 കോടി രൂപ മാറ്റിവെക്കുന്നു. പ്രധാനപ്പെട്ട റോഡുകൾ BMPC രീതിയിൽ നിർമ്മിക്കുന്നു. 20 കോടി രൂപ. സർക്കാരിന്റെ ഇടപെടലോടുകൂടി കോർപ്പറേഷൻ തലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം പൊതുമരാമത്ത് ഉൾപ്പെടെ BMPC ആക്കി കഴിഞ്ഞു. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ പ്രകാരം BMPC രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചതും ടെൻഡർ നടപടികൾ കഴിഞ്ഞതുമായ 15 റോഡുകളായി ഈ വർഷം 20 BMPC റോഡുകൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ പ്രകാരം വിവിധ ഡിവിഷനിൽ കൂടി കടന്നുപോകുന്നതും പ്രധാന ജംഗ്ഷനോടെ ബന്ധിപ്പിക്കുന്നതും പ്രധാന റോഡുകൾ കണക്ഷനുള്ളതുമായ റോഡുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ സെലക്ഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടത്തി 1/4/2025 കൗൺസിൽ അംഗീകരിച്ചതാണ്. 20 കോടി രൂപ. SSLC പരീക്ഷകൾ അവസാനിച്ചു. ഇനി 2 മാസം നീളുന്ന നീണ്ട ഒഴിവുകാലം. മയക്കുമരുന്ന് സ്കൂൾ കുട്ടികളെ കൂടി കടന്നാക്രമിച്ചതോടെ പരീക്ഷ അവസാനിക്കുന്ന ദിവസം സ്കൂളുകളിൽ യാതൊരുവിധ ആഘോഷങ്ങളും പാടില്ലെന്ന് മാത്രമല്ല, ഓരോ കുട്ടികളെയും മാതാപിതാക്കളിൽ ആരെങ്കിലും എത്തി കൂട്ടിക്കൊണ്ടുപോകണമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിട്ടതോടെ സ്കൂളും പരിസരവും ശാന്തവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. മുൻപ് SSLC പരീക്ഷ കഴിഞ്ഞാൽ സ്കൂൾ ജീവിതം അവസാനിച്ചിരുന്നു. ഇപ്പോൾ പ്രീ ഡിഗ്രി മാറ്റി +1, +2 എന്നിങ്ങനെയാക്കി ഹൈസ്കൂളിനോട് ചേർത്തതോടെ സ്കൂൾ ജീവിതം 2 വർഷം കൂടി നീണ്ടു. ഇനി വിവിധതരം കളികളുടെയും പരിശീലനത്തിന്റെയും 2 മാസത്തിനു ശേഷം വീണ്ടും സ്കൂളിലേക്ക് തന്നെ. ആശാ അങ്കണവാടി ജീവനക്കാരുടെ സമരങ്ങളെ CPM എന്നു മുതലാണ് വെറുത്തു തുടങ്ങിയതെന്ന് TN പ്രതാപൻ. സമരങ്ങളെ CPM എന്നു മുതലാണ് വെറുത്തു തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. സംസ്ഥാനത്തിന് പുറത്ത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന CPM
ഈ സമരങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ആശ അംഗൻവാടി ജീവനക്കാരുടെ കണ്ണീർ കാണണം. UDF ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആശാ വർക്കേഴ്സിനും അംഗൻവാടി ജീവനക്കാർക്കും ഓണറേറിയം വർദ്ധിപ്പിക്കും. വിവിധ ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ് എന്നിവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ജില്ലാതല ഉദ്ഘാടനം കോർപ്പറേഷന് മുൻപിൽ നിർവഹിക്കുകയായിരുന്നു TN പ്രതാപൻ. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. ജോൺ ഡാനിയേൽ, IP പോൾ, ഷിജു വെളിയത്ത്, രാജൻ പല്ലൻ, K ഗിരീഷ് കുമാർ, ബൈജു വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിൽ UDF ഭരിക്കുന്ന മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അംഗൻവാടി ജീവനക്കാർക്കും ആശാ വർക്കർമാരുടെയും ഓണറേറിയം ഈ മാസം തന്നെ വർദ്ധിപ്പിക്കുമെന്ന കാര്യം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആശാ വർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഇന്ന് ഓണറേറിയം നൽകുന്നത് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ഓണറേറിയത്തിന്റെ കൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും വിഹിതമുണ്ട്. ഈ രണ്ട് പദ്ധതികളും UPA ഗവൺമെന്റ് കാലത്ത് ആ അംഗൻവാടികൾ കൊണ്ടുവന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 20 സാമ്പത്തിക പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ ആ 20 സാമ്പത്തിക പരിപാടിയിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാതൃകാപരമായ പദ്ധതിയാണ് ദേശീയതലത്തിലുള്ള അംഗൻവാടി എന്ന് പറയുന്ന പ്രോജക്റ്റ്. സമരരംഗത്തുള്ള ആശാ അംഗൻവാടി ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടും സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും ആശാ അംഗൻവാടി ജീവനക്കാർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യം ഉയർത്തി KPCCയുടെ ആഹ്വാനപ്രകാരം മാടക്കത്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോൺസൺ മല്ലിയത്ത് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ TS മനോജ് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ UY എബ്രഹാം, B സുകുമാരൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശകുന്തള സജീവ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അരുൺ പുത്തൻപുരയ്ക്കൽ, INTUC മണ്ഡലം പ്രസിഡന്റ് PS മോഹനൻ, MM ബഷീർ, പഞ്ചായത്ത് മെമ്പർ ജിൻസി ഷാജി, KR വത്സരാജ്, KK സത്യൻ, സേവാദൾ ചെയർമാൻ TB സന്തോഷ് കുമാർ, NK രാമൻ എന്നിവർ പ്രസംഗിച്ചു. തൊഴിലാളികളുടെയും ബീഡി തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോഴാണ് പാവപ്പെട്ട ആശാ വർക്കർമാർ 45 ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉപവാസവും സത്യാഗ്രഹം അടക്കമുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. കോവിഡ് കാലം അടക്കമുള്ള മഹാമാരികൾ വരുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി, അടിസ്ഥാന വർഗത്തിന് വേണ്ടി വീടുകൾ തോറും കയറിയിറങ്ങി അവനാന്റെ ആരോഗ്യം പോലും തൃണവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ തുച്ഛമായ അവരുടെ ശമ്പളം കൂട്ടുന്നതിന് വേണ്ടി, അവരുടെ ഓണറേറിയം കൂട്ടത്തിന് വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്. ആ ഓണറേറിയം കൂട്ടാൻ അവർ ആവശ്യപ്പെട്ടത് വലിയ പൈസയൊന്നല്ല അവർക്ക് കിട്ടുന്നത്. 7000 രൂപ കേരളവും 3000 രൂപ കേന്ദ്രവും കൊടുക്കുന്നു. പിന്നെ ഒരു 200 രൂപ ഫോൺ അലവൻസ്, ഒരു 300 അല്ല ഒരു 3000 രൂപ അത് കിട്ടണമെങ്കിൽ ഒരുപാട് നോംസ് ഉണ്ട്. ആ നോംസ് പൂർത്തീകരിക്കാൻ 10% ആശാ വർക്കർമാർക്ക് പോലും കേരളത്തിൽ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ തുച്ഛമായ വരുമാനം മാറ്റണം, ഞങ്ങൾക്കൊരു കുടുംബം പുലർത്താനുള്ള എന്തെങ്കിലും പൈസ കൂട്ടിത്തരണം എന്ന് പറയുമ്പോൾ അവരെ അപമാനിക്കുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടി അവരുടെ മന്ദിരത്തിലേക്ക് ചെന്നപ്പോൾ അവരുടെ ഭർത്താവ് പറയുകയാണ്, നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇവിടെ കയറി ഇറങ്ങേണ്ട, നിങ്ങളെ കാര്യം തീർക്കാനല്ല ആരോഗ്യവകുപ്പ് മന്ത്രി ഇരിക്കുന്നത്. അവരെ കാണാൻ പോലും സാധിക്കുന്നില്ല, മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഏത് പാവപ്പെട്ടവനും ഏത് സാധാരണക്കാരനും ഏത് സമയത്ത് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ വീട്ടിലോ പോയി അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന EPF മിനിമം പെൻഷൻ 5000 രൂപയാക്കണം. BMS രാജ്യത്തെ സംഘടിത തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷം തൊഴിലാളികളും അംഗങ്ങളായിട്ടുള്ള EPF പെൻഷൻ മിനിമം 5000 രൂപയെങ്കിലും ആക്കണമെന്ന് BMS ദേശീയ സെക്രട്ടറി V രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. MP-മാർക്കും MLA-മാർക്കും ശമ്പളവും പെൻഷനും വാരിക്കോരി കൊടുക്കുമ്പോൾ ജീവിതത്തിന്റെ നല്ല സമയം മുഴുവൻ അധ്വാനിച്ചു കിട്ടുന്ന ശമ്പളത്തിന്റെ വിഹിതം അടച്ച് വാർദ്ധക്യകാലം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണാധികാരികളുടെ സമീപനം
ദേശീയ തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് BMSന് അംഗീകരിക്കാൻ സാധിക്കില്ല. BMS അഖിലേന്ത്യാ വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൃശൂർ കേന്ദ്ര GST ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി രാധാകൃഷ്ണൻ. EPF പരിധി 15,000-ൽ നിന്ന് 30,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ESI പരിധി 21,000-ൽ നിന്ന് 42,000 രൂപയാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക, ഇൻഷുറൻസ് കമ്പനികളിൽ 100% വിദേശ നിക്ഷേപം ഒഴിവാക്കുക, ആശാ അംഗൻവാടി ജീവനക്കാരുടെ വേതനം സർക്കാർ ജീവനക്കാർക്ക് തുല്യമാക്കുക, ആഴക്കടൽ മണൽ ഖനനം കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, AM വിപിൻ, P ആനന്ദൻ, KN വിജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. പെൻഷൻ, NPS, നാഷണൽ പെൻഷൻ സ്കീം, സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ, എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് പെൻഷൻ, വെൽഫെയർ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ, 4 പെൻഷൻ സമ്പ്രദായമാണ് രാജ്യത്ത് തൊഴിലാളികൾക്കുള്ളത്. എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ്, NPS എന്നാൽ UPS, യുണൈറ്റഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ വിധമായിട്ട് 14%, കേന്ദ്ര സർക്കാരിനകത്ത് 19% അല്ല പെൻഷൻ കൊടുക്കുന്നത്. ആ പെൻഷൻ വഴി മാറ്റി ഓൾഡ് പെൻഷൻ നടത്താൻ നമ്മുടെ ആവശ്യം. അതുപോലെ വെൽഫെയർ പെൻഷൻ എന്ന് പറഞ്ഞാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്, തയ്യൽ തൊഴിലാളി ക്ഷേമ ബോർഡ്, ക്ഷേമ ബോർഡിൽ അംഗമ തൊഴിലാളികൾക്ക് ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ 1,600 രൂപയാണ്. വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ തൊഴിലാളികൾക്കും പെൻഷൻ 1,600 രൂപയാണ്. അവിടെ EPF മാത്രമല്ല, രാജ്യത്തെ എല്ലാ മേഖലകളിലും പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ 5,000 രൂപയാക്കണമെന്നാണ് BMSന്റെ ആവശ്യം. അതൊരു സാമൂഹ്യ നീതിയാണ്. രാജ്യത്തെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും പെൻഷൻ മാന്യമായ രീതി കൊടുക്കുമ്പോൾ EPF അംഗമായ, ക്ഷേമബോർഡ് അംഗമായ, സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെയുള്ള പണിയെടുക്കലൊക്കെ നാമമാത്രമായ പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായം അവസാനിപ്പിച്ച് തൊഴിലാളികളെ മാന്യമായി അംഗീകരിച്ച് മാന്യ നിരക്കിൽ അവർക്ക് മിനിമം പെൻഷൻ 5,000 രൂപയാക്കണമെന്ന് BMSന്റെ അഖിലേന്ത്യാ പ്രവർത്തക സമിതി യോഗം വിശദ അടിസ്ഥാനത്തിൽ ദേശവ്യാപകമായി പ്രക്ഷോഭ തന്ത്രപരമായി നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ പെൻഷൻ ഫണ്ടിൽ എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സീലിംഗ് 15,000 രൂപയാണ്. 50,000 രൂപ ശമ്പളം കിട്ടുന്ന, 30,000 ശമ്പളം കിട്ടുന്ന, 25,000 ശമ്പളം കിട്ടുന്ന, 20,000 ശമ്പളം കിട്ടുന്ന തൊഴിലാളികൾക്ക് കോൺട്രിബ്യൂട്ടീവ് സാലറി 15,000 രൂപയാണ്. അടിസ്ഥാന ശമ്പളവും ക്ഷാമത്തിൽ മാത്രമേ BMSന്റെ കോൺട്രിബ്യൂഷൻ അടിക്കുന്നുള്ളൂ. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA MP വിൻസൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുമായി സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും പിടിപ്പുകേടുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് സമരം. സമരം നടത്തുന്ന പാവപ്പെട്ട സ്ത്രീകളെ കാണാനോ പ്രശ്നങ്ങൾ കേൾക്കാനോ തയ്യാറായിട്ടില്ല. പരിഹസിച്ചും നിസ്സാരവൽക്കരിച്ചും അവഗണിക്കുന്നു. അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധ, മനുഷ്യവിരുദ്ധ സമീപനമാണ് സർക്കാർ കാണിക്കുന്നത്. ആശാ വർക്കർമാർക്കും അംഗനവാടി ടീച്ചർമാർക്കും സമ്പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്ന് MP വിൻസൻ പറഞ്ഞു. KPCC അംഗം ലീലാമ തോമസ്, DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ്, ഭാസ്കരൻ ആദംകാവിൽ, ബാബു തോമസ്, ഷിബു പോൾ, ജിഫിൻ ജോയ്, ഫസില നിഷാദ്, ബാബു പാണംകുടി, KM പൗലോസ്, BS എഡിസൺ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ സുശീല രാജൻ, ഷൈജു കുര്യൻ, CS ശ്രീജു, ശകുന്തള ഉണ്ണികൃഷ്ണൻ, VP സുഭദ്ര, ജോളി ജോർജ്, ബീന സാബു എന്നിവർ നേതൃത്വം നൽകി. കൊണ്ട് രൂപീകരിച്ചതാണ്. അങ്ങനെയുള്ള നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തും. അതിനു വേണ്ട മുൻകൂറായ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങൾ മുന്നിൽ വരുന്നത്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ നേതാവ് രാജനുൾപ്പെടെ, ഇവിടുന്ന് MLA ആയ രാജനുൾപ്പെടെ, അങ്ങ് രണ്ടാമനായ രാജനുൾപ്പെടെ, മുഖ്യമന്ത്രി പിണറായി ഉൾപ്പെടെ, ഇതിന്റെ എല്ലാം ചുമതലയുള്ള വീണ ജോർജ് ഉൾപ്പെടെ എന്താണ് പ്രിയമുള്ളവർ ചെയ്യുന്നത്? കഷ്ടം തോന്നിയ ഇല്ലാത്ത നുണ പറഞ്ഞ് ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളുണ്ടാക്കി സമരം ചെയ്യുമ്പോൾ അവരുടെയൊക്കെ ഏറ്റവും നീതിപൂർവമായി സമരം ചെയ്യുന്നവരുടെ മഴ പെയ്തപ്പോൾ അവരുടെ ഷീറ്റെടുത്ത് ദൂരെ കളയുക, അവിടെ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ ജോലി കളയുമെന്ന് ഉത്തരവിറക്കുക, അത്തരം കരിനിയമങ്ങൾക്കെതിരെ പോരാടിയവർ, അത്തരം തെണ്ടിത്തരങ്ങൾക്കും വൃത്തികേടുകളും എന്ന് പറഞ്ഞ് ആക്രോശിച്ചവർ,
നിങ്ങൾ പറയുന്നത് എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പാവപ്പെട്ടവന്റെ ഭാഷ അറിയില്ല, ഇല്ലാത്തവന്റെ കഷ്ടതയും ബുദ്ധിമുട്ടും കാണാൻ കഴിയാത്തവർ നിങ്ങൾക്ക് എങ്ങനെ ഈ നാട് ഭരിക്കാൻ കഴിയും, ഈ രാജ്യം ഭരിക്കാൻ കഴിയും? വീണ അങ്ങ് ഡൽഹിയിലേക്ക് ക്യൂബൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോൾ അവിടെ ചെന്ന വേളയിൽ പറഞ്ഞു, ഞാൻ കേന്ദ്ര ഹെൽത്ത് മന്ത്രിയെ കാണാൻ വന്നതാണെന്ന്. നുണ പറയുന്നതിന് കണക്ക് വേണ്ടേ? ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞു, അവിടെ എത്തുമ്പോൾ കാണാൻ പോകുന്നത് ക്യൂബൻ തകർന്നടിഞ്ഞ കമ്മ്യൂണിസം. എവിടെ വളർന്നുവോ, എവിടെ കാറൽ മാർക്സും എംഗൽസും ഉണ്ടാക്കിയ ബ്രിട്ടനിലും ഇംഗ്ലണ്ടിലുമാണെങ്കിൽ അത് പടർന്നു പോയ എല്ലാ രാജ്യങ്ങളും തകർന്നിരിക്കുന്നു. കമ്മ്യൂണിസം തകർന്നു. അത് റഷ്യയിലാണെങ്കിലും ഹംഗറിയിലാണെങ്കിലും പോളണ്ടിലാണെങ്കിലും ചെക്കസ്ലോവാക്യയിലാണെങ്കിലും അല്ലെങ്കിൽ ജർമ്മനിയിലായാലും മറ്റ് എവിടെയാണെങ്കിലും. ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ML ബേബി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിന്ദു കാട്ടുങ്ങൽ, ES അനിരുദ്ധൻ, ജിത് ചാക്കോ, VA കൃഷ്ണൻ, TK ശശികുമാർ, ജോയ് കുളങ്ങര, ജെയ്സൺ പുലിയളക്കൽ എന്നിവർ പ്രസംഗിച്ചു. 2-3 കാലഘട്ടത്തിലാണ് പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും ചുരുങ്ങിയത് 3 സെന്റ് സ്ഥലമെങ്കിലും സൗജന്യമായി കണ്ടെത്തിയിട്ട് ആ സ്ഥലത്ത് പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് അംഗൻവാടി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന സമയത്ത് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് 28 അംഗൻവാടി കെട്ടിടങ്ങൾ നിലവിൽ വന്നത്. പിന്നീട് പരിശോധിക്കുമ്പോൾ അംഗൻവാടികൾ പുലയനാർ കോട്ടയിൽ ചരിത്ര സ്മാരകം നിർമ്മിക്കുമെന്ന് ശ്രീ അയ്യൻകാളി സാംസ്കാരിക ഫൗണ്ടേഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതിക സംവരണം നടപ്പാക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, MP-മാരുടെ വികസന ഫണ്ടിൽ നിന്നും പട്ടികജാതി വിഭാഗത്തിന് മാറ്റിവെച്ച ഫണ്ട് നഷ്ടപ്പെടുത്തൽ ഒഴിവാക്കുക, ഗവൺമെന്റിന്റെ പട്ടികജാതി ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന ജനദ്രോഹ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നേതാക്കൾ ഉന്നയിച്ചു. KV ശിവൻ, EJ തങ്കപ്പൻ, MK വേണുഗോപാൽ, C മോനിച്ചൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ അംഗനവാടികളിലേക്കുള്ള കളി ഉപകരണങ്ങൾ, ഫർണിച്ചർ എന്നിവ ഊരാക്കോട് അങ്കണവാടിയിൽ വെച്ച് വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം PR രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ഡോണ വിജയൻ, ഷൈജ പീറ്റർ എന്നിവർ സംസാരിച്ചു. അതനുസരിച്ച് ഓരോ വർഷവും കഴിഞ്ഞ തവണ കൊടുത്ത സാധനങ്ങളല്ലാതെ പുതിയ സാധനങ്ങൾ കൊടുക്കാനും അങ്ങനെ ആ അംഗനവാടികളുടെ വികസനം ഉറപ്പാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കസേര കുറവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കസേര കുറവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മറ്റുള്ള അംഗനവാടികൾക്കും ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കസേര കിട്ടാൻ ഭാഗ്യം ലഭിച്ചത് ഈ അംഗനവാടിക്കാണ്. അതുപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും ശരി, ആദ്യ പരിഗണന 10ാം വാർഡ് തന്നെയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെയും കോടതികളുടെയും ഉത്തരവുകൾ പാലിക്കാത്ത കുന്നംകുളം പോലീസ് SHOക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ശ്രീധരൻ തേറമ്പിൽ ആവശ്യപ്പെട്ടു. കള്ളച്ചാരായ വാറ്റ് അയൽപ്പക്കത്തെ വീട്ടിൽ നടക്കുന്ന വിവരം പോലീസിൽ പരാതി നൽകിയതിന് വീട് കയറി ആക്രമിക്കുകയും വീട് തല്ലി തകർക്കുകയും ചെയ്തവർക്കെതിരെ പരാതി നൽകിയത് പോലീസ് അന്വേഷിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച നിവേദനത്തിൽ പറയുന്നു. പരാതിക്കാരന്റെ മകനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ബീഡി കമ്പനിയിൽ ഭാര്യയ്ക്കുണ്ടായിരുന്ന ജോലി സ്വാധീനം ഉപയോഗിച്ച് ഇല്ലാതാക്കുകയും ചെയ്തതായി പരാതിക്കാരനായ KC ഉണ്ണി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KC ഉണ്ണി, G ഷാനവാസ് എന്നിവരും പങ്കെടുത്തു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ
0487-237-2374. Mobile 790-227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയനൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. പുത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് നടത്തിയ പരിപാടി DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നന്ദൻ കുന്നത്ത്, VV മുരളീധരൻ, O ശോഭചന്ദ്രൻ, ഷാജു തൊമ്മാന, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി, ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് UK സദാനന്ദൻ, ബിന്ദു സേതുമാധവൻ, റെജി ജോർജ്, നോബിൻ തച്ചേലിക്കര, KT എബ്രഹാം എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ മുന്നിൽ ഇന്ന് ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള 3ാമത്തെ സമരം നമ്മൾ നടത്തിക്കൊണ്ടുവരികയാണ്. 45 ദിവസക്കാലമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹം ഇരിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സമരം ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാന്യനായ മണ്ഡല പ്രസിഡന്റ് പറഞ്ഞു, ഒരു ദിവസം 233 രൂപയ്ക്ക് ഇവിടെ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർ, അവർ കഴിഞ്ഞ കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനവും അതുപോലെ തന്നെ അവർ നാട്ടിൽ നടത്തുന്ന പ്രവർത്തനവും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി 5 മണിക്ക് നടത്തുന്ന പത്രസമ്മേളനത്തിൽ ഇത്ര പേർ മരിച്ചു, ഇത്ര പേർ ആശുപത്രിയിലാണ്, ഇത്ര ആളുകൾക്ക് സഹായം കൊടുത്തു എന്നൊക്കെ കുറെ ദിവസങ്ങളിൽ ഇരുന്ന് തള്ളിയത് ഈ ആശാവർക്കർമാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതെല്ലാം തമസ്കരിച്ചുകൊണ്ട്, അതെല്ലാം മറന്നുകൊണ്ട് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി 2ാം പ്രാവശ്യം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അധികാരത്തിൽ വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതെല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേർപ്പ് ഭഗവതി കൾച്ചറൽ ആൻഡ് ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ ഗൗരിദേവി പുരസ്കാരം CS ഭരതന് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 3 വൈകിട്ട് 7 മണിക്ക് ക്ഷേത്ര നടയിൽ നടക്കുന്ന ചടങ്ങിൽ CS ഭരതന് പുരസ്കാരം സമ്മാനിക്കും. പെരുവനം, ആറാട്ടുപുഴ, ചേർപ്പ് പൂരങ്ങൾക്ക് ഭരതൻ നൽകി വരുന്ന സേവനങ്ങളെ മുൻനിർത്തിയാണ് പുരസ്കാരം. വാർത്താ സമ്മേളനത്തിൽ രാജീവ് കുമാർ, സുനിൽ കുമാർ, ദിനേശ് ആത്ര എന്നിവർ പങ്കെടുത്തു.
സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് ഓട്ടോണമസ് പദവി ലഭിച്ചതായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2012 സ്ഥാപിതമായ കോളേജ് നാക് എ ഗ്രേഡ് നേടിയതായും പാഠ്യേതര വിഷയങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ മികച്ച സ്ഥാനം നിലനിർത്തുകയും ചെയ്തതായും ധാരാളം വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ പ്ലേസ്മെന്റുകൾ ലഭിച്ചതായും ഫാദർ ഡേവിസ് പറഞ്ഞു. സ്വയംഭരണ പദവി ലഭിച്ചത് വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ K നായർ എന്നിവരും പങ്കെടുത്തു. മണ്ണുത്തി മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം കുറിച്ച് നിർമാല്യ ചുറ്റുവിളക്ക് ദീപാരാധന ആറാട്ട് നടത്തി. പാണ്ടിമേളത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പ്, കേളത്ത് സുന്ദരന്മാരുടെ പ്രമാണത്തിൽ 50ഓളം പേർ കലാകാരന്മാർ, തുടർന്ന് ആറാട്ടുകഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ഉത്സവത്തിന്റെ കൊടിയിറക്കത്തോടെ സമാപിച്ചു. വേനൽ ചൂടിൽ ബുദ്ധിമുട്ടുന്ന പക്ഷി ജീവജാലകങ്ങൾക്കായി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു സൗജന്യമായി നൽകുന്ന ഭോജന കിറ്റുകളുടെ കണ്ടാടശ്ശേരി പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം നടന്നു. മറ്റം സെന്റ് മേരീസ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി അരിമ്പൂർ വിദ്യാർത്ഥികൾക്ക് ഭോജന കിറ്റുകൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. മേജർ PJ സ്റ്റൈജു വിദ്യാർത്ഥികൾ വീടുകളിൽ ചെയ്യേണ്ട പക്ഷി പരിപാലനത്തെക്കുറിച്ചും സ്നാനപാത്ര സ്ഥാപനത്തെക്കുറിച്ചും വിശദീകരിച്ചു. അധ്യാപികമാരായ ജസീന്ത, പ്രൈസി, ടെജി, സാനിയ എന്നിവർ ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള കരുണയുടെ നല്ല പാഠങ്ങൾ കുട്ടികളോട് സംവദിച്ചു. ജീവജാലങ്ങളോട് കൂടുതൽ കരുണ കാണിക്കുമെന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. വരും ദിവസങ്ങളിൽ കണ്ടാടശ്ശേരി പഞ്ചായത്തിലെ പ്രൈമറി വിദ്യാലയങ്ങളിൽ പക്ഷികൾക്കായുള്ള ഭോജന കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് മേജർ PJ സ്റ്റൈജു അറിയിച്ചു. ഹൃദയ ഫൗണ്ടേഷന്റെ 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം പോപ്പോൾ മേഴ്സി ഹോമിൽ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ ജില്ലയിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഹൃദയ ഫൗണ്ടേഷന്റെ പ്രഥമ അവാർഡ് പെരിങ്ങണ്ടൂരിലെ പോപ്പോൾ മേഴ്സി ഹോമിന് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏപ്രിൽ ആദ്യവാരം മേഴ്സി ഹോമിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും. തൃശൂരിലെ 1000ഓളം വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഹൃദയ ഫൗണ്ടേഷൻ. 365 ദിവസവും നിർധന രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ്, ഭിന്നശേഷി സ്കൂളുകൾക്ക് സാമ്പത്തിക സഹായങ്ങൾ, സൗജന്യ കീമോതെറാപ്പി, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ സവിശേഷമായ പ്രവർത്തനങ്ങളുമായി ജനനന്മ ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുന്നു. വാർത്താ സമ്മേളനത്തിൽ ഹൃദയ ഫൗണ്ടേഷൻ ഭാരവാഹികളായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, MA അനിൽകുമാർ, KP അനൂപ്, PK ഹാസൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകൾ തുടരുന്നു. യുവതിയെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് പലതവണ ലൈംഗികമായി പീഡിപ്പിച്ച് പണം തട്ടിയെടുത്തയാൾ റിമാൻഡിലേക്ക്. കല്ലൂർ നായരങ്ങാടി സ്വദേശി അനൂപിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒല്ലൂർ സ്വദേശിനിയായ 45 വയസ്സുകാരിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച് ഇരയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയെടുത്തതാണ് കേസ്. കല്ലൂർ നായരങ്ങാടിയിലുള്ള വീട്ടിലും തൃശൂർ ഒളരിയിലുള്ള ലോഡ്ജിലും പലതവണ പീഡിപ്പിക്കപ്പെട്ടു. വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിപ്പിക്കാൻ വീട് വാടകയ്ക്കെടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 5 ലക്ഷം രൂപ തട്ടിയെടുത്തു. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ചാലക്കുടി DVSP സുമേഷിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് SHO സജീഷ് കുമാർ, ASI ധനലക്ഷ്മി, SCPOമാരായ അജി, VD സുജിത് കുമാർ, CPO കിഷോർ എന്നിവർ ചേർന്നാണ് അനൂപിനെ അറസ്റ്റ് ചെയ്തത്. യുവാവിനെ കമ്പി വടികൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയും റിമാൻഡിലേക്ക്.
പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കല്ലൂർ മാവിൻ ചുവടിലാണ് ജിത്തുവിനെ കമ്പി വടികൊണ്ടടിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിന് മാവിൻ ചുവട് സ്വദേശി മഠത്തിപ്പറമ്പിൽ ജിതിൻ ലാലിനെ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും സംഘവും അറസ്റ്റ് ചെയ്തത്. കമ്പി വടികൊണ്ട് കാലിലും ഷോൾഡറിലും അടിച്ചു പരിക്കേൽപ്പിക്കുകയും തലയിലടിച്ച് കൊലപ്പെടുത്താനും ശ്രമിച്ചതായിരുന്നു കേസ്. പരിക്കേറ്റ ജിത്തും ആശുപത്രിയിൽ ചികിത്സ തേടി. ചാലക്കുടി ഡിവൈഎസ്പി സുമേഷിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് SHO സജീഷ് കുമാർ, SI കൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. യോദ്ധാവ് നമ്പറിലേക്ക് വന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിൽ അനധികൃത ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ റിമാൻഡിൽ. ലഹരി ഉപയോഗം, വിൽപ്പന, കൈമാറ്റം എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നേരിട്ട് അറിയിക്കാനുള്ള കേരള പോലീസിന്റെ യോദ്ധാവ് നമ്പറിലേക്ക് വന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അനധികൃത ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യക്കുപ്പികളുമായി യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെങ്ങാലൂർ അമ്പലത്തിനു സമീപം കയ്യിലുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോഴാണ് ശാന്തിനഗർ ദേശത്ത് പുതുപ്പള്ളി ജയപ്രകാശ് എന്നയാളെ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടികൂടിയത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. മയക്കുമരുന്നിന്റെ ഉപയോഗവും വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് വാട്സാപ്പ് വഴി അറിയിക്കാം. 9995966666. യുവാവിനെ മുളവടി കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. കൊടുങ്ങല്ലൂരിൽ കച്ചവടത്തിന് വന്ന ആളെ അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് എടവിലങ്ങ് കുഞ്ഞൈനി സ്വദേശിയായ ഒസാല് വീട്ടിൽ അഷ്റഫിനെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും സംഘവും അറസ്റ്റ് ചെയ്തത്. യാതൊരു പ്രകോപനവുമില്ലാതെ മദ്യപിച്ചു വന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ആൾരൂപ കച്ചവടം നടത്തുന്നയാളുടെ അടുത്തേക്ക് വന്ന അസഭ്യം പറഞ്ഞ് തടഞ്ഞു നിർത്തി കയ്യിലുണ്ടായിരുന്ന മുളവടികൾ കൊണ്ട് സഞ്ജുവിന്റെ തലയ്ക്ക് പുറകിലും മൂക്കിനും അടിച്ച് പരിക്കേൽപ്പിച്ചു. അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കേസ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ സാലിം K, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ അനസ്, അഖിൽ രാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന JCB കത്തിച്ച കേസിലെ പ്രതികൾ പിടിയിലായി. പൂങ്കുന്നം സ്വദേശിയുടെ JCB പൂർണ്ണമായും തീയിട്ട് നശിപ്പിച്ച കേസിലെ പ്രതികൾ കുട്ടനല്ലൂർ സ്വദേശി ആലുക്ക് വീട്ടിൽ ശ്രീജിത്ത്, ചുവന്നമണ്ണ് വഴക്കുംപാറ സ്വദേശി മരോട്ടിക്കൽ വീട്ടിൽ അലക്സ് എന്നിവരെ ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുധീരൻ SP-യുടെ നിർദ്ദേശത്തിൽ വിയൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും സംഘവും ചേർന്നാണ് പിടികൂടിയത്. വിയൂർ ജോൺസൺസ് ഷോറൂമിന് സമീപമുള്ള പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന JCB പൂർണ്ണമായും തീയിട്ട് നശിപ്പിച്ചു. വിയൂർ സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഒരു ഓട്ടോറിക്ഷയെ സംശയപരമായി കണ്ട് പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഓട്ടോ ഡ്രൈവറായ ശ്രീജിത്തിനെ കണ്ടെത്തി വിദഗ്ധമായി പിടികൂടിയത്. ചോദ്യം ചെയ്തതിൽ അലക്സ് എന്നയാൾക്കും പങ്കുണ്ടായിരുന്നു എന്ന് വ്യക്തമായി. അലക്സിനെ പൂത്തോളിൽ നിന്ന് കണ്ടെത്തി. ഡ്രൈവറോടുള്ള മുൻവൈരാഗ്യമാണ് JCB കത്തിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്തു. വിയൂർ പോലീസ് ഇൻസ്പെക്ടർ മിഥുൻ KP, സബ് ഇൻസ്പെക്ടർ ന്യൂമാൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ വിമൽ, സുഭാഷ്, ടോമി, ആന്റണി, ജോഷി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വടക്കാഞ്ചേരിയിൽ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാൾ പിടിയിലായി. ആലപ്പുഴ സ്വദേശി രാഹുലിനെ പിടികൂടിയത് ഒന്നാം കല്ല് പാടശേഖരത്തിൽ നിന്നാണ്. കൂടെ ഉണ്ടായിരുന്ന വടിവാൾ വിനീത് ഓടി രക്ഷപ്പെട്ടു. വെട്ടുകാട് ചെറുകുന്നിൽ ആളെ ഇറക്കാൻ നിർത്തിയ സ്വകാര്യ ബസിന് പുറകിൽ ഓട്ടോ ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. മുട്ടിത്തടി സ്വദേശി കാട്ടുകാരൻ വീട്ടിൽ റിജോമോനാണ് പരിക്ക്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. റിജോമോൻ ഓടിച്ച ഓട്ടോ പുത്തൂർ നമ്പ്യാർ റോഡിന് സമീപം വെച്ച് ബൈക്കിൽ തട്ടി വാഹനം നിർത്താതെ പോന്നു. ബൈക്ക് യാത്രക്കാർ പിന്തുടരുന്നത് മനസ്സിലാക്കിയ റിജോ വേഗത്തിൽ ഓട്ടോയുമായി പോകുന്നതിനിടെ ചെറുകുന്ന് സ്റ്റോപ്പിൽ ആളെ ഇറക്കാൻ നിർത്തിയ ബസിന് പുറകിൽ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ റിജോയുടെ തലയ്ക്ക് കാര്യമായി പരിക്കേറ്റു. വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു. വിവരമറിഞ്ഞ് ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 1215,70,17,000 രൂപ വരവും 1197,10,76,000 രൂപ ചിലവും 18,59,41,000 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന കോർപ്പറേഷൻ ബജറ്റ് ഡെപ്യൂട്ടി മേയർ ML റോസി അവതരിപ്പിച്ചു. ആശാ അങ്കണവാടി ജീവനക്കാരുടെ സമരം CPM എന്നു മുതലാണ് വെറുത്തു തുടങ്ങിയതെന്ന് പിണറായി വിജയൻ പറയണമെന്ന് TN പ്രതാപൻ. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മാടക്കത്ര, പാണഞ്ചേരി, നടത്തറ, പുത്തൂർ, കോലഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി.
EPF മിനിമം പെൻഷൻ 5000 രൂപയാക്കണമെന്ന് BMS ദേശീയ സെക്രട്ടറി ബി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.